ഒഡീഷ എഫ് സിക്ക് കലിംഗയിൽ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അവരുടെ ഹോം റെക്കോർഡ് അത് അവർ നിലനിർത്തുന്നു. സെമി ഫൈനലിലെ ആദ്യ ലെഗിലും മോഹൻ ബഗാൻ എന്ന ഷീൽഡ് വിന്നേഴ്സിനെതിരെ ഒരു 2-1 എന്ന് പറയുന്നൊരു വിജയം നേടിക്കൊണ്ട് നമുക്കറിയാം ലീഗ് സ്റ്റേജിൽ അത് അവർ കൊണ്ടുപോയതാണ്. പിന്നീട് എലിമിനേറ്ററിൽ KBCയെ പരാജയപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിജയം മോഹൻ ബഗാനെതിരെയും സ്വന്തമാക്കിക്കൊണ്ട് അതവർ തുടർന്നു പോകുന്നു. ഇനിയിപ്പോൾ എന്താണെങ്കിലും കലിംഗയിൽ ഈ ഒരു സീസണിൽ മത്സരം ഉണ്ടാകില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഫൈനൽ മത്സരം വരികയാണെങ്കിൽ ബാക്കി 3 വെന്യൂസിനാണ് സാധ്യതകൾ എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് മോഹൻ ബഗാനാണ് ആദ്യ സ്കോർ ചെയ്യുന്നത് മൻവീർ സിംഗിലൂടെ. ഒരു കോർണർ കിക്കാണ്, ദിമിത്രി പെട്രട്ടോസ് അടിച്ചിട്ടുള്ള ഒരു കോർണറാണ്. അത് ഒന്നാന്തരമായിട്ട് മൻവീർ സിംഗ് ഗോൾ വലയിലേക്കാക്കി 1-0 എന്ന് പറയുന്നൊരു നിലയിൽ മുന്നിലെത്തി. അതിനുശേഷമാണ് ഒരു കാർലോസ് ഡെൽഗാഡോ ഒരു കോർണർ കിക്കിൽ ഗോളാക്കി 1-1 എന്ന് പറയുന്നൊരു നിലയിൽ എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മത്സരം ഒരു എൻഡ് ടു എൻഡ് ഗെയിം തന്നെയായിരുന്നു. രണ്ട് ടീമുകളും ചാൻസസും ക്രോസസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സോ അങ്ങനെ വരുന്നൊരു മൊമെൻറ്റിൽ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ റഫറി സത്യം പറഞ്ഞാൽ അത് പെനാൽറ്റി വിധിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ലൈൻ റഫറി ആയിട്ട് തീരുമാനിച്ചത് അതൊരു ഓഫ് സൈഡ് സിറ്റുവേഷൻ, അതൊരു ഓഫ് സൈഡ് തന്നെയായിരുന്നു, ഒരു കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു. പെനാൽറ്റി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം എന്താകും എന്നറിയത്തില്ല. ഏതായാലും പിന്നീട് മത്സരത്തിൻ്റെ ഏതാണ്ട് 39th മിനിറ്റിലോ മറ്റോ ആണ് റോയ് കൃഷ്ണയുടെ ഗോൾ. ഐ തിങ്ക് ആ ഒരു ഗോളിന് അസിസ്റ്റ് ചെയ്തത് അമരീന്ദറാണെന്ന് തോന്നുന്നു. കാരണം ഡയറക്റ്റ് ഗോൾ കിക്ക് വന്നതാണ്. അതിൽ റോയ് കൃഷ്ണയുടെ ഒരു ടച്ച്, ദെൻ അദ്ദേഹം അതൊരു ഇൻഡിവിജ്വലി ബ്രില്യൻസ് കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ 2-1 എന്ന് പറയുന്നൊരു നിലയിലാക്കി. പിന്നീടും ഇരു ടീമുകൾക്കും ചാൻസസ് ഉണ്ടായിരുന്നു. ഇപ്പം റോയ് കൃഷ്ണ ഒരു നമുക്കറിയാം KBCക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു പ്രൊവൈഡർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു സ്കോറർ എന്ന നിലയിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന താരമാണ്. ആ ഒരു ലെവലിലൊക്കെ അദ്ദേഹത്തെ ഇപ്പം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ ജെറിക്കൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് എന്ന് പറയുന്നത് ലിസ്റ്റൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ലെഫ്റ്റിലൂടെ റൺ നടത്തി എന്നിട്ടൊരു കട്ട് ബാക്ക് കൊടുത്തു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരു ഓൺ ഗോളായി മാറേണ്ടതായിരുന്നു. പക്ഷേ പോസ്റ്റിലൊക്കെ ഇടിച്ചിട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് 2-1 മത്സരം കലാശിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 താരങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി. മോഹൻ ബഗാൻ്റെ ഒഡീഷയുടെ ഒരു താരത്തിന്, മോഹൻ ബഗാൻ്റെ അർമാൻഡോ സാദുക്കുവിനാണ് ആദ്യം കിട്ടിയത്. അത് ആക്ച്വലി അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ച റെഡ് കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു ഫൗൾ ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീടും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ കാർലോസ് ഡെൽഗാഡോയുടെ കാര്യം വരുമ്പോൾ 2 ഹാൻഡ് ബോൾസിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരു യെല്ലോ ദെൻ സെക്കൻഡ് യെല്ലോ റെഡ് കാർഡായി മാറുന്നത്. അതിൽ ഫസ്റ്റ് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. കാരണം ഫസ്റ്റ് ആ ഒരു ഹാൻഡ് ബോൾ വരുന്നത് അതൊരു യെല്ലോ കാർഡ് ഒഫൻസ് ആണോ എന്നുള്ളത്. സെക്കൻഡ് ഓക്കെ, കാരണം ഒരു പെനാൽറ്റി ബോക്സിൻ്റെ ആ ഒരു ഏരിയയിൽ തൊട്ടടുത്ത് കുറച്ച് എനിക്ക് ഡെലിബറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെലിബറേറ്റ് ഇൻസിഡൻ്റ് ആയിട്ട് തോന്നിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഡെലിബറേറ്റ് ഇൻസിഡൻറ്റ് വരുമ്പോൾ ഇത് സാധാരണഗതിയിൽ വരുന്നൊരു ടൈപ്പ് ഓഫ്, പക്ഷേ ചിലപ്പോൾ ബോഡി മൂവ്മെൻറ്റിൻ്റെ ഒരു ഇതിലായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാകുക. എനിക്ക് അതിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ തോന്നിയിരുന്നു. അങ്ങനെ ഈ 2 താരങ്ങളും സെക്കൻഡ് ലെഗിൽ കളിക്കില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത്. പിന്നെ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇനിയൊരു സെക്കൻഡ് ലെഗ് മത്സരം കൂടി വരുന്നുണ്ട്. ഈ ഒരു മത്സരത്തിൽ ഇപ്പം പറഞ്ഞ പോലെ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2-1 എന്ന് പറയുന്നൊരു റിസൾട്ട് അത് ഇപ്പം ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എങ്കിലും കൊൽക്കത്തയിൽ ഈ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പെർഫോമൻസ് മോഹൻ ബഗാൻ നടത്തും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് കാർലോസ് ഡെൽഗാഡോയെ ഒഡീഷയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ മിസ്സാണ്. കാരണം സെൻട്രൽ ബാക്കിൽ ആ ഒരു ഒന്നാമത് തന്നെ അവർക്ക് ഡിഫെൻസീവ്ലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 2 വിദേശ സെൻട്രൽ ബാക്സ് കളിച്ചിട്ട് തന്നെ. അപ്പം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ബാക്കാണ് കാർലോസ് ഡെൽഗാഡോ. അദ്ദേഹം ഇല്ലാണ്ട് വരുന്നൊരു സാഹചര്യം. കാരണം എനിക്ക് ഫാളിനേക്കാൾ ഈ ഒരു സീസൺ ബെറ്ററായിട്ട് തോന്നിയ ഡെൽഗാഡോ തന്നെയാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തെ മിസ് ചെയ്യുന്നത് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വരെ കാണിക്കുകയാണ്. സൈനിങ് ഓഫ്.